നമസ്കാരം. പതിറ്റാണ്ടുകളായി ബി.ജെ.പി. കോട്ടയായിരുന്ന വാരണാസി മണ്ഡലം രാജ്യതലത്തിൽ തന്നെ ഒരു സ്റ്റാർ മണ്ഡലമായി മാറുന്നത് 2014 പൊതു തെരഞ്ഞെടുപ്പോടു കൂടിയാണ്. അന്ന് ബി.ജെ.പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഒരാൾ എത്തുന്നു. മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന നരേന്ദ്രമോദിക്കെതിരെ പോരാട്ടത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായി നിൽക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ പുതുമുഖമായ വലിയ രാഷ്ട്രീയ പരിചയമൊന്നുമില്ലാത്ത ഒരു യുവ നേതാവായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. എന്തായാലും അരവിന്ദ് കെജ്രിവാളും നരേന്ദ്രമോദിയും തമ്മിൽ ഏറ്റുമുട്ടിയതോടുകൂടിയാണ് 2014 ഈ വാരണാസി ലോക്സഭാ മണ്ഡലം രാജ്യശ്രദ്ധ നേടുന്നത്. എന്തായാലും ഈ യുദ്ധത്തിനൊടുവിൽ 3 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി നരേന്ദ്രമോദി വാരണാസിയിൽ നിന്ന് വിജയിച്ചു കയറുന്നു. അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് കയറുന്നു. 5 അസംബ്ലി സീറ്റുകളുള്ള ഒരു മണ്ഡലമാണ് വാരണാസി മണ്ഡലം എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിലെ പുണ്യ നഗരങ്ങളിൽ പെടുന്ന ഒരു സ്ഥലമാണ് വാരണാസി എന്ന് പോലും നമുക്കറിയാം. 1957 മുതൽ 7 തവണ ബി.ജെ.പിയും 6 തവണ കോൺഗ്രസും ഇവിടെ സീറ്റ് നേടിയിട്ടുണ്ട്. 1991 മുതൽ ബി.ജെ.പിക്ക് മണ്ഡലത്തിൽ റെക്കോർഡ് നേട്ടം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും 2004 ബി.ജെ.പി അവിടെ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. യു.പിയിലെ കരുത്തരായ സമാജ്വാദി പാർട്ടിയോ അല്ലെങ്കിൽ ബഹുജൻ സമാജ്വാദി പാർട്ടിയോ ഇതുവരെ വിജയിച്ചിട്ടില്ലാത്ത ഉത്തർപ്രദേശിലെ 11 മണ്ഡലങ്ങളിൽ ഒന്നാണ് വാരണാസി എന്ന വലിയ പ്രത്യേകത കൂടി ഈ മണ്ഡലത്തിനുണ്ട്. 2014 കോൺഗ്രസിനെ പുറത്താക്കി കേന്ദ്രത്തിൽ അധികാരത്തിലെത്താനുള്ള തങ്ങളുടെ പാത ഉത്തർപ്രദേശിലൂടെ ആയിരിക്കും എന്നുള്ള ബോധ്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടായിരുന്നു. കാരണം 80 എംപിമാരെ ലോക്സഭയിലേക്ക് അയക്കുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 2019 പ്രധാനമന്ത്രി ഈ സീറ്റ് തന്നെ തെരഞ്ഞെടുക്കുകയും അവിടെ സമാജ്വാദി പാർട്ടിയെ അദ്ദേഹം പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു. വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ മോദി വീണ്ടും വാരണാസിയിൽ നിന്ന് വിജയിച്ചു കയറുന്നു. എന്തായാലും ഈ വാരണാസി മണ്ഡലത്തിന്റെ മറ്റ് പ്രത്യേകതകളെക്കാൾ ഉപരിയായി നമ്മൾ ഇവിടുത്തെ ജനസംഖ്യ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ജാതി എങ്ങനെയാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മണ്ഡലത്തിലെ ജനസംഖ്യയുടെ 75% ഹിന്ദു മതവിശ്വാസികളാണ്. 20% അവിടെ മുസ്ലിങ്ങളുണ്ട്. 5% മറ്റ് മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. 65% നഗരവാസികളും 35% ഗ്രാമവാസികളുമാണ് വാരണാസി മണ്ഡലത്തിലുള്ളത്. ഇവിടെ 10.1% ജനങ്ങൾ പട്ടികവർഗത്തിൽ നിന്നും പട്ടികജാതിയിൽ നിന്നുമുള്ള ആളുകളാണ്. ഈ പട്ടികജാതിയിൽ നിന്നുമുള്ളത് 0.7% ആളുകളാണ്. അങ്ങനെയാണ് ഈ മണ്ഡലത്തെ മതപരമായി ഓരോ കള്ളികളിൽ നമുക്ക് പെടുത്താൻ സാധിക്കുക. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുമ്പ് വാരണാസി മണ്ഡലം ബി.ജെ.പിയുടെ മുതിർന്ന നേതാവ് കൂടിയായിരുന്ന മുരളി മനോഹർ ജോഷിയുടെ കൈവശമായിരുന്നു. ഒരുപക്ഷെ വാരണാസി ആയിരിക്കും മോദി എഫക്റ്റിന് ആദ്യം സാക്ഷ്യം വഹിച്ചതെന്ന് പറഞ്ഞാൽ പോലും അതിൽ ഒരു തെറ്റുമില്ല. അതിന് ചില കണക്കുകൾ കൂടി പരിശോധിച്ചാൽ നമുക്കത് കുറച്ചുകൂടി കൂടുതൽ വ്യക്തമാവും. 1999 ബി.ജെ.പി 33.4% മാത്രം നേടിയ മണ്ഡലമാണ് ഈ വാരണാസി എന്ന് പറയുന്നത്. 2009 മുരളി മനോഹർ ജോഷി മത്സരിച്ച് വിജയിച്ചപ്പോഴും അവിടെ പുരോഗതി വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് വോട്ട് വിഹിതം 30.5% കുറച്ചൊന്ന് ഇടിയൊക്കെ കൂടി ചെയ്തിട്ടുമുണ്ട്. പക്ഷേ 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹം അവിടെ വിജയിച്ച് കയറുമ്പോൾ ബി.ജെ.പിയുടെ വോട്ട് വിഹിതം എന്ന് പറയുന്നത് 56.4% 2014 നിന്നും 2019 എത്തുന്നു. അപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസി തന്നെ തനിക്ക് മത്സരിക്കാനുള്ള മണ്ഡലമായി തെരഞ്ഞെടുക്കുന്നു. അന്ന് അദ്ദേഹം അവിടെ എത്തുമ്പോൾ 63.3% വോട്ട് വിഹിതം ഉയർന്നു വരുന്നു. 2009 നിന്നും 2019 എത്തുമ്പോൾ വോട്ട് വിഹിതം ബി.ജെ.പി ഇരട്ടിപ്പിച്ചിരിക്കുന്നു വാരണാസിയിൽ എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തായാലും മോദിക്കും ബി.ജെ.പിക്കും മാത്രമേ ഈ ചെറിയ കാലയളവിനുള്ളിൽ ഒരു മണ്ഡലത്തിൽ ഇരട്ടിയോളം വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. 2024 അത് ആവർത്തിക്കുമെന്ന് തന്നെ കണക്കുകൂട്ടലുകൾ വരുന്നുമുണ്ട്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് ഉയർന്നു കേൾക്കുന്നത് വീണ്ടും വാരണാസിയിൽ നിന്ന് മാത്രമാണ്. ഇനി വോട്ട് വിഹിതത്തിൽ ബി.ജെ.പിക്ക് എന്ത് സർപ്രൈസാണ് വാരണാസി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നറിയാൻ ഏതാനും മാസങ്ങൾ കൂടി മാത്രം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.